എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങളുടെ ശരീരവും മനസ്സും പ്രായമാകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഭക്ഷണം കൃത്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതെല്ലാം കൊണ്ട് നിങ്ങൾ ഏജിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടോ? പ്രായമാകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിന് നമ്മൾ ഒന്ന് കുറയ്ക്കാൻ, അതിൻ്റെ റേറ്റ് കുറയ്ക്കാൻ കുറച്ച് ടിപ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം. നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. പ്ലാന്റ് റിച്ച് ഡയറ്റ് കഴിക്കുക. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പച്ചക്കറികളാൽ സമൃദ്ധമാവണം. ഇത് വളരെ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് എവിഡൻസ് ബേസ്ഡ് ഒരു ഐഡിയയാണ്. പ്ലാന്റ് ബേസ്ഡ് ഫുഡ് ഏജിങ് കുറയ്ക്കുവാൻ സഹായിക്കും. ഏജിങ് റേറ്റ് കുറയ്ക്കുവാൻ നിങ്ങളെ സഹായിക്കും. 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ക്വാളിറ്റി സ്ലീപ്പ്, നല്ല ഉറക്കം, സമാധാനമായിട്ടുള്ള ഉറക്കം നിങ്ങളുടെ ഏജിങ് പ്രക്രിയയെ കുറയ്ക്കുന്നു. ഓരോ ദിവസവും 8000 സ്റ്റെപ്പ്, 8000 മുതൽ 10000 വരെ അടി സ്റ്റെപ്പ് നടക്കുക. കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തന്നെ നടക്കുക, കഴിയുന്നത് പോലെ നടക്കുക. ചെറുപ്പക്കാരാണെങ്കിൽ ധാരാളം ഓടുകയും വേണം. ഇതും നിങ്ങളുടെ ഏജിങ് പ്രൊസീജിയറിനെ കുറയ്ക്കുന്നു. ആഴ്ചയിൽ 3 മുതൽ 5 ദിവസം 5 പ്രാവശ്യം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്ട്രെങ്ത് കൂട്ടുവാനുള്ള വ്യായാമ മുറകൾ നിർബന്ധമായും അരമണിക്കൂറെങ്കിലും ചെയ്യുക. ഇതും നിങ്ങളുടെ ഏജിങ് പ്രൊസീജിയറിനെ കുറയ്ക്കുന്നു. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും 10 മുതൽ 12 മണിക്കൂർ വരെ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് നന്നായിരിക്കും. നല്ല കാര്യം. ഇൻക്ലൂഡിങ് നമ്മളുടെ ഉറക്കത്തിൻ്റെ സമയവും നല്ലതാണ്. ഇപ്പോൾ രാവിലെ 9 മണിക്ക്, രാത്രി 9 മണിക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അടുത്ത ദിവസം രാവിലെ 9 മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ, 9 മണി വരെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഫാസ്റ്റിംഗ് ആയി വരും. അപ്പോൾ അത് കൂട്ടിയാലും 16 മണിക്കൂർ വരെ ആവാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്ററായി. അപ്പോൾ എല്ലാ ദിവസവും 12 മുതൽ 16 മണിക്കൂർ വരെ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് ഏജിങ് പ്രോസസ്സിനെ കുറയ്ക്കുവാൻ സഹായിക്കും. എല്ലാ ദിവസവും 20 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ ഏജിങ് പ്രോസസ്സിനെ കുറയ്ക്കുവാൻ സഹായിക്കും. ബ്രെയിൻ ഉപയോഗിക്കാതിരിക്കരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നിങ്ങൾക്ക് കഴിവുള്ള കാര്യങ്ങൾ ചെയ്യാം, ഹോബീസ് ചെയ്യാം, സുഡോക്കു പോലെയുള്ള നമ്പർ ഗെയിമുകൾ കളിക്കാം, ചെസ് പോലെയുള്ള ഗെയിമുകൾ കളിക്കാം, ക്യാരം ബോർഡ് കളിക്കാം, കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം, മറുപടി പറയാം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. പോസിറ്റീവായ കാര്യങ്ങൾക്ക്, നല്ല അറിവുകൾ നമുക്ക് ലഭിക്കുന്ന വിഷയങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിനെ എൻഗേജ് ചെയ്ത് വയ്ക്കുവാൻ സഹായിക്കുമ്പോൾ നമ്മുടെ ഏജിങ് പ്രോസസ്സ് കുറയുന്നു. സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങളെ, സാമൂഹികമായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തെ നർച്ചർ ചെയ്യുക, കൂട്ടിക്കൊണ്ടുവരിക. എത്ര കൂടുതൽ നിങ്ങൾ സാമൂഹികമായി മറ്റുള്ളവരുമായി ഇടപഴകുന്നുവോ അത്രയും നിങ്ങളുടെ ഏജിങ് പ്രോസസ്സ് കുറയുന്നു. ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള ആവശ്യത്തിനുള്ള സപ്ലിമെന്റ്സ് നിങ്ങൾ തീർച്ചയായും കഴിക്കണം. കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായി വരുന്ന പല മിനറൽസും വിറ്റമിൻസും നമ്മുടെ പല ഭക്ഷണങ്ങളിലൂടെയും ലഭിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് ഡോക്ടർമാർ ഏതെങ്കിലും നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, സപ്ലിമെന്റ്സ് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും കഴിക്കുവാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. ആങ്സൈറ്റി, പാനിക് അറ്റാക്ക്, ഡിപ്രഷൻ, OCD എന്നിവയെ CBTയുടെ സെൽഫ് ഹെൽപ്പിലൂടെ നിങ്ങൾക്ക് സ്വയം ഒരു പരിധി വരെ എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു പുസ്തകം ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് വായിക്കാം. ഈ വീഡിയോ കണ്ടതിൽ നിങ്ങളെല്ലാവർക്കും നന്ദി. നമസ്കാരം.